നമസ്കാരം. 2 മാസം മുൻപ് കൊല്ലത്തുണ്ടായ വാഹനാപകട മരണം ആസൂത്രിതമായ കൊട്ടേഷൻ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയത് ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെയാണ്. മെയ് 23-ന് 12:30-ക്കാണ് സൈക്കിൾ യാത്രികനായ കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപം കൈരളി നഗർ 122 കുളിർമയിൽ BSNL റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചൻ ആശ്രാമത്ത് വെച്ച് കാറിടിച്ച് കൊല്ലപ്പെട്ടത്. സാധാരണ വാഹനാപകടം അസാധാരണ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ്. പാപ്പച്ചൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മകനും മകളും കൊല്ലം ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയാണ് നിർണായകമായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സൈക്കിളിലേക്ക് കാർ ഇടിച്ചുകയറ്റുന്നതായി കണ്ടെത്തി. ആശ്രാമം ഗസ്റ്റ് ഹൗസിന് സമീപം ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് പിന്നിലെ വിജനമായ പാതയിലാണ് അപകടമുണ്ടാക്കിയത്. പാപ്പച്ചൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച ലക്ഷങ്ങൾ തിരിമറി നടത്തി എന്നതറിഞ്ഞ് തിരികെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തെ വധിക്കാൻ സ്ഥാപനത്തിലെ മാനേജരായ സരിതയും എക്സിക്യൂട്ടീവ് അനൂപും ചേർന്ന് ഗുണ്ടാസംഘത്തിന് കൊട്ടേഷൻ നൽകിയത്. സംഭവത്തിൽ കൊല്ലം അഞ്ചാലുമൂട് പാതയിലെ ധനകാര്യ സ്ഥാപനത്തിൽ ബ്രാഞ്ച് മാനേജരായ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനി സരിത, ബാങ്കിലെ എക്സിക്യൂട്ടീവ് മരുത്തടി സ്വദേശി KP അനൂപ്, കൊട്ടേഷൻ ഏറ്റെടുത്ത കൊല്ലം പോളയത്തോട് അനിമോൻ മനസ്സിലിൽ അനിമോൻ, സഹായി കടപ്പാക്കട ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപം ശാസ്ത്രിനഗർ വയലിൽ പുത്തൻവീട്ടിൽ മാഹിൻ, കാർ വാടകയ്ക്ക് നൽകിയ പോളയത്തോട് ശാന്തിനഗർ കോളനി 33-ൽ ഹാഷിഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനൂപ് പാപ്പച്ചനെ വിളിച്ചു വരുത്തിയ ശേഷം ബൈക്കിൽ മുന്നേ പോയി അടയാളം നൽകി. കാത്തുനിന്ന അനിമോൻ കാർ ഓടിച്ച് സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. എന്നിട്ട് കാർ നിർത്താതെ പോയി. കൂട്ടാളി മാഹിൻ ഓട്ടോയിലെത്തി സംഭവത്തിന് സാക്ഷിയായി. പരിക്കേറ്റ പാപ്പച്ചൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ, ACP S ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. തെളിവുകൾ വിട്ടുകളയാതെ അവർ അന്വേഷിച്ചു. അതിൻ്റെ ഫലമാണ് പ്രതികളുടെ അറസ്റ്റ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 70 ലക്ഷത്തിലധികം രൂപ നിക്ഷേപമുണ്ടായിരുന്ന പാപ്പച്ചൻ തനിച്ചാണ് താമസിക്കുന്നത് എന്നറിഞ്ഞ് സരിതയും അനൂപും അടുത്തുകൂടുകയായിരുന്നു. പാപ്പച്ചനിൽ നിന്നാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്. പാപ്പച്ചൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നേരത്തെ കൈക്കലാക്കിയ ചെക്ക് ഉപയോഗിച്ച് പണമെടുത്തു. മറ്റ് ബാങ്കുകളിൽ പാപ്പച്ചനുണ്ടായിരുന്ന 5ഓളം സ്ഥിര നിക്ഷേപങ്ങളും കൂടുതൽ പലിശ നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇവർ പിൻവലിച്ച് സ്വന്തമാക്കി. ഈ തുക തിരികെ ചോദിച്ചതാണ് കൊട്ടേഷൻ ഏർപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 3 തവണ ആസൂത്രണം പാളിയപ്പോഴാണ് സരിത കൊട്ടേഷൻ സംഘത്തിലെ അനിമോനെയും മറ്റും ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ ശ്രമിച്ചത് എന്ന് പോലീസ് പറയുന്നു. ഏകദേശം 80 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടും അതിനുള്ള പലിശ ലഭിക്കാതായതോടെയാണ് പാപ്പച്ചൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഓലയിൽ ബ്രാഞ്ചിൽ പരാതി പറയാൻ എത്തിയത്. തുടർന്നാണ് സരിത സഹപ്രവർത്തകനായ അനൂപിൻ്റെ സഹായത്തോടെ കൊലപാതകം ആസൂത്രണം ചെയ്തത്. പാപ്പച്ചൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നും നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരം വീട്ടിൽ ആർക്കും അറിയില്ല എന്നും ഇരുവർക്കും അറിയാമായിരുന്നു. പാപ്പച്ചനെ കൊലപ്പെടുത്തിയാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്തില്ല എന്ന ധാരണയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. 1-ാം പ്രതി അനിമോനും സരിതയും 5 വർഷങ്ങൾക്ക് മുൻപ് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ അനിമോനെയും ഓട്ടോറിക്ഷ ഡ്രൈവറായ മാഹിനെയും ഏൽപ്പിക്കുന്നത്. മെയ് 18-നാണ് അനിമോനും സംഘവും സരിതയും അനൂപിനെയും കാണുന്നത്. അന്ന് തന്നെ ആശ്രാമ മൈതാനത്തിനടുത്തുള്ള ബാറിന് സമീപത്ത് വെച്ച് സരിത 40,000 രൂപ അഡ്വാൻസായി കൈമാറി. 2 ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ. മാഹിൻ്റെ ഓട്ടോറിക്ഷ ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്താമെന്നാണ് ആദ്യം സംഘം കരുതിയത്. 20-ാം തീയതി ആസൂത്രണം ചെയ്തെങ്കിലും മഴയെ തുടർന്ന് പിറ്റന്നത്തേക്ക് മാറ്റിവെച്ചു. 21-നും 22-നും നടത്തിയ ശ്രമങ്ങളും വിജയിച്ചില്ല. 22-ന് വൈകിട്ട് അനിമോനെ വിളിച്ച് സരിത ഭീഷണിപ്പെടുത്തി. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പണിയറിയാവുന്ന വേറെ ആൾക്കാരെ ഏൽപ്പിക്കുമെന്ന് സരിത പറഞ്ഞു. അങ്ങനെയാണ് ഹാഷിഫിൻ്റെ കയ്യിലുള്ള കാർ അനിമോൻ എടുക്കുന്നത്. പാപ്പച്ചനെ വെളിയിൽ ഇറക്കാനുള്ള ദൗത്യം അനൂപ് ഏറ്റെടുത്തു. സരിത ആശ്രാമത്തിന് അടുത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്നും ചായ കുടിക്കാമെന്നും പറഞ്ഞാണ് മെയ് 23-ന് ഉച്ചയ്ക്ക് അനൂപ് പാപ്പച്ചനെ വിളിക്കുന്നത്. ആശ്രാമം മൈതാനത്തിന് അടുത്ത് അനൂപും പാപ്പച്ചനും കണ്ടുമുട്ടി. സൈക്കിളിൽ പാപ്പച്ചനും ബൈക്കിൽ അനൂപും നീങ്ങി. പാപ്പച്ചനുമായി താനെത്തുന്ന വിവരം അനൂപ് അനിമോന് കൈമാറി. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന് മുന്നിലുള്ള റോഡിലൂടെ അല്പദൂരം പോയി കാറിനെ മറികടന്നപ്പോൾ അനൂപ് മുന്നിലേക്ക് ബൈക്ക് ഓടിച്ചുപോയി. തുടർന്നാണ് പാപ്പച്ചൻ്റെ സൈക്കിളിൽ കാർ ഇടിക്കുന്നത്. മുന്നിലേക്ക് വീണ പാപ്പച്ചൻ്റെ മുകളിലൂടെ കാർ കയറ്റി. മരണം ഉറപ്പാക്കാനായിരുന്നു ഇത്. അതിനും അവിടെ ഓട്ടോറിക്ഷയുമായി കാത്തുനിന്ന മാഹിൻ സംഭവസ്ഥലത്ത് എത്തി. ഇതിനിടെ നാട്ടുകാർ ഓടിക്കൂടി. ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പലരും പറഞ്ഞെങ്കിലും മാഹിൻ കൂട്ടാക്കിയില്ല. ആംബുലൻസ് വിളിപ്പിച്ച് അതിലാണ് ഗുരുതരമായി പരിക്കേറ്റ പാപ്പച്ചനെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്.